മലയാള സിനിമയുടെ ചരിത്രമെടുക്കുമ്പോൾ അത് അടയാളപ്പെടുത്തുമ്പോൾ കൃത്യമായും അതിൽ ദൃശ്യമെന്ന സിനിമയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളെല്ലാം തന്നെയുണ്ടാവും. അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമുക്കൊപ്പം അതിന്റെ ഏറ്റവും അമരക്കാരൻ എന്ന് പറയാവുന്ന സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ ചേരുകയാണ്. എപ്പോഴെങ്കിലും ഈ ദൃശ്യം സംബന്ധിയായ കാര്യങ്ങൾ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു പ്രതീക്ഷകളുടെയും എല്ലാം ഭാരമുണ്ട്, തീർച്ചയായിട്ടും ഭാരം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഭാരത്തിന് നമ്മൾ കൈകാര്യം ചെയ്യാണ്. നമ്മളതിനെ ഭയക്കാതെ അതൊരു ചലഞ്ചായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ. ഇപ്പൊ 1 കഴിഞ്ഞപ്പം 2 ഒരു സാധ്യത വന്നപ്പം ഓഫ് കോഴ്സ് ഒരു ഭാരമുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കറിയില്ല അത് ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു. നമ്മളത് ചെയ്തു, ഓഡിയൻസ് നന്നായിട്ട് എടുത്തു. അന്ന് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയത് കോവിഡ് സമയമായതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ചു ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ പണി ഒന്നുമില്ലാതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് തട്ടിക്കൂട്ടി അങ്ങനെയുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു താഴെ റിലീസിന് മുമ്പ്. അതുകൊണ്ട് ആരും വലിയ പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 2 അത് നന്നായി വന്നപ്പം ഇപ്പൊ 3 എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ ലെവലിലേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ അവിടെയാണ് പ്രോബ്ലം. ആ ഒരു ലെവലിലേക്കൊന്നും പ്രതീക്ഷിക്കാതെ 2 മുകളിലുള്ള സിനിമ, 1 മുകളിലുള്ള അതിന്റെ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് അങ്ങനെയല്ല. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മള് 1 പറഞ്ഞത് കഴിഞ്ഞിട്ട് ഒരു 6 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫായിരുന്നു 2 കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ടൊരു 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അവര് ഇപ്പൊ പ്രസന്റ്ലി അവരുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തിന്റെ കുറച്ചൊരു ഇമോഷണൽ ആംഗിളിലൂടെ കാണുന്ന ഒരു സിനിമയായിരിക്കും ഇത്. മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ചിത്രം, അതിലെ ഈ ഫാമിലി ബോണ്ടിങ് അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അതിനെ ഒപ്പം സമരസമായി നിർത്തിക്കൊണ്ട് ഒരു ക്രൈം പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് താങ്കൾ അടയാളപ്പെടുത്തുന്നു. പിന്നീട് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു ഫാമിലി ഡ്രാമ എന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഫാമിലി ആണോ ത്രില്ലറാണോ? ഞാൻ അത് വിശ്വസിക്കുന്നത് ഒരു ഫാമിലി ഡ്രാമ ആയിട്ടാണ്. കാരണം അതിനകത്തൊരു ക്രൈം വന്നു, ക്രൈമിനകത്ത് ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നു. അപ്പുറത്ത് വേറൊരു ഫാമിലി, ആ ഫാമിലിയുടെ മകൻ മിസ്സിംഗ് ആണ്, അവർക്കും ഉണ്ട് റൈറ്റ് അവരുടെ മകൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ 2 ഫാമിലി തമ്മിലുള്ള എന്റെ ഈ ദൃശ്യം 3യുടെ തോട്ട് തന്നെ വന്നത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ്. അത് അതിനകത്ത് മേർഡർ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് പറഞ്ഞു, 2 ഫാമിലിയുടെ ഭാഗത്തും ന്യായമുണ്ട്, ശരിയുണ്ട്, തെറ്റുണ്ട്, ഇത് ആരോടെ നിൽക്കുമെന്ന് അറിയാമല്ല. അതാണ് എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തത്. അവിടുന്നാണ് അതും ഒരു വീട്ടിലെ പയ്യനും വേറൊരു വീട്ടിലെ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്തപ്പോഴും എപ്പോഴും ഫാമിലി എന്നൊരു ആംഗിളിൽ തന്നെ ഞാനത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഫാമിലി ഡ്രാമയാണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയാ അമ്പരിപ്പിച്ച അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ ആൾക്കാർ അതിനെ വേറെ തലത്തിലേക്ക് വെച്ചു. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു, മോഡറും ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്നു ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് കഴിയുമ്പോൾ പുതിയൊരു രീതിയിൽ ആൾക്കാർ ഫാമിലി ത്രില്ലർ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ലാതെ ഇതൊരു പ്യൂർ ത്രില്ലർ സിനിമയായിട്ട്, മെമ്മറീസ് കുറച്ചുകൂടി ഒരു പ്യൂർ ത്രില്ലർ സിനിമയായിരുന്നു. ആ ഒരു പാറ്റേൺ അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. ഇതില് പല ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെടുകയെല്ലാം തന്നെയുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരുപക്ഷെ ഇത്രയേറെ മറ്റുള്ളവർ അഡാപ്റ്റ് ചെയ്തൊരു ചിത്രം ഉണ്ടാവില്ല. അവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇതിന്റെ ഒപ്പം നിൽക്കുന്ന സഞ്ചരിക്കുന്ന വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. നമുക്കെപ്പോഴും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഇത് ചൈനയിൽ പോയി, ഇപ്പൊ കൊറിയയിലെ ഷൂട്ട് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു, ശ്രീലങ്കയിൽ ഇത് ചെയ്തു, പിന്നെ ഫിലിപ്പീൻസിൽ ഇപ്പൊ ലാൽസാദ് ഇന്ന് അവിടെ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പം ഇങ്ങനെ 2 ദിവസം മുമ്പ് വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറെ ഏതോ ഒരു 1-2 ലാംഗ്വേജിലൂടെ ഇന്ത്യക്ക് പുറത്ത് തന്നെ പോയി. നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ അത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ റീമേക്ക് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സിനിമ, അതും ഈ പോയ റീമേക്ക് ചെയ്തെടുത്തെല്ലാം വൻ വിജയമായിരുന്നു. പ്രത്യേകിച്ചും ചൈനയിൽ അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം തീർച്ചയായിട്ടും കാരണം അതിന്റെ കാരണം വെച്ചാൽ ഈ സബ്ജക്റ്റിന് ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സിനിമ അങ്ങനെ അവിടെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, ഇതിൽ പലപ്പോഴും ദൃശ്യം മോഡൽ എന്ന് പലപ്പോഴും പല ക്രൈം വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഒരു ക്രൈം ചെയ്താൽ എല്ലാവരും ഇത് മറച്ചു വയ്ക്കും. ദൃശ്യം അതിനെ ചെയ്തുള്ളൂ. അത് മറച്ചു വെക്കുന്ന രീതിക്ക് പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കൊണ്ട് ഇട്ടുന്ന അതിനൊരു സമാനം വരുന്നുണ്ട്. എത്ര ഇവിടെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ക്രൈം റിപ്പോർട്ട് ചെയ്ത് നടന്നിട്ടുണ്ട്, എത്ര പേര് വന്ന് അത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും മറച്ചു വെക്കാനല്ലേ ശ്രമിച്ചേക്കുന്നത്. ഒന്നെങ്കിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ കുഴിച്ചിടും, ഇതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ അതിനെ
കെട്ടിടത്തിനിടയിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ചില സമാനതകൾ വന്നപ്പോഴും അങ്ങനെയൊക്കെ ചില സമാനത വന്നപ്പോൾ ദൃശ്യം മോഡൽ നങ്ങാക്കി അത്രേ ഉള്ളൂ. അതിനിപ്പോ നാളെ വേറൊരു ടൈപ്പ് വരുമ്പോൾ ഈയിടെ വേറൊരു പടം ഇറങ്ങി, ബേസിലിന്റെ ഒരു പടം ഇറങ്ങിയപ്പം അതിന് സമാനമായ രീതിയിൽ ഒരു പറഞ്ഞപ്പം ആ സിനിമയുടെ പറഞ്ഞു ആ മോഡൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതായി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഞാനിപ്പം അതിനോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3 എന്ന് പറയുമ്പോൾ 4 കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ആദ്യം സീരിയസ് ആവുന്നില്ല. ആദ്യം ഒരു 3 ഞാൻ തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്തായാലും അദ്ദേഹം മുഴുവൻ പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അമിത പ്രതീക്ഷകളില്ലാതെ തിയേറ്ററിലേക്ക് വരിക, അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുടുംബത്തിന്റെ കഥയാണ്. ജോർജ് കുട്ടിയും കുടുംബവും 3ാം വരവിന് തയ്യാറെടുക്കുന്നു എന്നത് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.